അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ പോഡ്കാസ്റ്റ് പേര് കേൾക്കുമ്പോൾ ഒരു യുണീക്ക് ഉണ്ടല്ലേ. അത് നമ്മൾ പേരെടുത്ത തന്നെ രണ്ട് ഭാഷയിൽ നിന്ന് അത് കേൾക്കുമ്പോഴാണല്ലോ അല്ല് എന്നുള്ളത് അറബി ടേബിളിനെ വിളിച്ചാണ്. ഈ അല്ല് പൊതുവെ അറബിയിൽ യൂസ് ചെയ്യൽ മറ്റേ അൽ ജസീറ എന്ന് കേട്ടില്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്തോടെ ഒരു പേരിനോടെ കല്ല് വരുമ്പോൾ ഈ ഇംഗ്ലീഷിൽ ദി എന്ന് പറയില്ലേ. ഇപ്പോൾ ദി പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാമ്യതയാണ് അൽ പോഡ്കാസ്റ്റ് തന്നെ. പിന്നെ മറ്റൊരു വശം കൂടി ഉണ്ടായിരുന്നു. ഈ അറബി ഭാഷയിലും ഇപ്പം എന്താ ഒരു വ്യക്തിക്ക് ഇപ്പം അമീൻ എന്ന് പേരിടാൻ അങ്ങനെ ഇപ്പം ആ വ്യക്തിയിൽ വിശ്വസ്തത എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അൽ അമീൻ എന്ന് പറയും. അതുപോലെ പോഡ്കാസ്റ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു പോഡ്കാസ്റ്റ് എന്ന അർത്ഥത്തിൽ കൂടെ അൽ പോഡ്കാസ്റ്റ് നമ്മൾ അതോട് ഉദ്ദേശിക്കുന്ന കൂടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളോട് ചേർന്നൊരു പേരാണ് ഈ പോഡ്കാസ്റ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാലത്തോട് യോജിക്കുന്ന ഡിസ്കോഴ്സും ഈ ഡിസ്കഷൻസും ഒക്കെ ഉൾക്കൊള്ളുന്നത്. അത് ഏതൊരർത്ഥത്തിലും ആ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം മുഴുവൻ നമ്മളെ ഈ പോഡ്കാസ്റ്റിൽ ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു പേര് കൂടെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഉള്ളത്. പിന്നെ മറ്റൊരു വിഷയമാണ് ഈ പോഡ്കാസ്റ്റിൽ ട്രെൻഡായിട്ട് വരുമ്പോൾ അതിൽ ഏത് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളത്. നമ്മളെ മലയാളീസിൻ്റെ അടുത്തേക്ക് തന്നെ പോഡ്കാസ്റ്റ് ഈ അടുത്ത കാലത്ത് വരെയാണ് പുറം രാജ്യങ്ങളിൽ ആകെ കുറച്ച് പോഡ്കാസ്റ്റുകൾ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഓർഡർ നമുക്ക് ശരിക്കുന്നില്ല. അതായത് ഒരു വിഷയത്തിൽ തന്നെ പല പല വിഷയങ്ങളായിട്ടാണ് പോകാം. അപ്പം നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സീരീസ് പോലെ ആണ് നമ്മളിപ്പോൾ അതായത് പ്രവാചക സല്ലല്ലാഹു തങ്ങളുടെ സീറ ആ ഉദ്ദേശത്തിൽ. പിന്നെ സീറയുടെ പ്രധാനം പറയുമ്പോൾ സീറ എന്ന് കേൾക്കുമ്പോൾ ഒരു നബിൻ്റെ ചരിത്രം ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ ആയിട്ട് മാത്രം മാറിയിട്ടുണ്ട് ഈ കാലത്ത്. സീത എന്ന് പറയുമ്പോൾ ഈ നബിനെ ജസ്റ്റ് ഒരു റിലീജിയസ് പ്രൊഫറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ അതൊരു കൾച്ചറൽ റിഫോമറാണ്. നബിനെ നോക്കുകയാണെങ്കിൽ ഒരു 6 നൂറ്റാണ്ടിൻ്റെ അന്ധകാരം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ആ ഒരു സൊസൈറ്റിനെ വെറും 23 വർഷം കൊണ്ട് അനുഭവത്തിൻ്റെ ശേഷമുള്ള ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി. ഈ കാലത്തും മനുഷ്യരെ സ്വാധീനിക്കുക വെച്ചാൽ അത്ര മഹത്വമുള്ള വ്യക്തി. സമൂഹം മാറി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. നൂറ്റാണ്ടുകളോളം എടുത്തിട്ടാണ് സമൂഹങ്ങൾ മാറി മാറി വരാറുള്ളത്. ബൂത്തിനെ പറയണ്ടല്ലോ ഈ കിതാബി പറയുന്നത് ബൂത്തിയുടെ ഈ സീറ പഠിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വെറും വ്യക്തിയല്ല. അത് തൻ്റെ സമൂഹത്തിൽ തൻ്റെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, തൻ്റെ കൂട്ടുകാരോട് എങ്ങനെ സ്വഹാബികളോട് പിന്നെ ഉറുമ്പിനോട് പോലെ എങ്ങനെ പെരുമാറണം എന്നെന്താ സീറയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ബൂത്തി. പ്രധാനമായിട്ടൊരു വിഷയം എന്താ വെച്ചാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അറബിയിലേക്ക് വന്നു എന്നുള്ളത്. ബാക്കിയുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിരുന്ന പല ഭരണകൂടങ്ങളൊന്നും അറബി പോലെ തന്നെ റോം, പേർഷ്യ, യൂനാനാണെങ്കിലും. പക്ഷെ അവിടെ ഒന്നും വരാതെ കച്ചവടത്തിലൊക്കെ മുന്നിട്ട് നിന്ന ഇന്ത്യ അവിടെ ഒന്നും വരാതെ അറേബ്യയിലേക്ക് എന്തുകൊണ്ട് നബി നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ജിയോഗ്രഫിക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. അതിപ്പോ അറേബ്യ എന്നുള്ളത് 4 രാജ്യങ്ങൾക്ക് നടുക്കായിട്ടാണ് ഈ അറബിയ എന്നുള്ളത്. അപ്പൊ അവര് ദീൻ അവിടെ കൊണ്ടുവന്നെന്താ പെട്ടെന്ന് അവിടെ പരത്താൻ മറ്റു നാഗരിക ഭാഗങ്ങളിലേക്ക് നടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാ എളുപ്പത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ അടുത്ത കാലങ്ങൾ ഇപ്പോൾ ഈ റിനൈൻസിൻ്റെ ഒക്കെ ശേഷം ഇസ്ലാമിനെതിരെ വരുന്ന വേട്ടകൾ ഓരോ വാദങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിനൊക്കെ മെയിൻ കാരണം എന്നുള്ളത് സീറ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പം നബിൻ്റെ ഒരു വിഷയം തന്നെ ഒരു വിഷയത്തിൽ മാത്രം ഒരു മറ്റേ അതായത് ഒരു കണ്ടസ്റ്റൈലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഏതൊരു വിഷയത്തെയും അപ്രോച്ച് ചെയ്യുമ്പോൾ ആ വിഷയത്തിൻ്റെ ആ കണ്ടസ്റ്റ് മനസ്സിലാക്കണം. ഇപ്പോൾ അതെ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരാളെ ജീവിതം 21-ാം നൂറ്റാണ്ടിൽ താരതമ്യം ചെയ്യുമ്പോൾ അത് എന്തായാലും അതിൻ്റെ പോരായ്മകളൊന്നുമല്ല. അതെ, അത് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതികളാണ്. കാലഘട്ടം മാറുന്തോറും മനുഷ്യന്മാർ അവരുടെ സ്വഭാവങ്ങൾ മാറും. അപ്പോൾ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മറ്റേ നൂറ്റാണ്ടിൽ നിന്ന് ആ ഒരു വർഷത്ത് നോക്കുമ്പോൾ ആദ്യം ആ കാലഘട്ടം മനസ്സിലാക്കണം, അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് ഒരു എന്തുണ്ടെങ്കിലും വാദിക്കാൻ വരേണ്ടത് മൊത്തത്തിൽ നോക്കിയിട്ടാണ്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് വാദിക്കുന്നവർക്ക് ഉള്ള ബേസിക് ആയിട്ട് വേണം ഈ സാധനം പറയാം. ആദ്യം ഫസ്റ്റ് കണ്ടസ്റ്റ് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഈ സീറ എന്നുള്ള വിഷയം വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഈ നമ്മൾ 2 ഭാഗമാക്കി എടുക്കാം നബിൻ്റെ ഇതിൽ. ഒന്ന് ഇസ്ലാം വന്നതിൻ്റെ ശേഷം, ഒന്ന് ഇസ്ലാമിന് മുമ്പും. ഇപ്പോൾ ഈ ഇസ്ലാമിക് കഥ എന്നുള്ള ടേമിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇപ്പോൾ ഈ ഇസ്ലാമിക് കഥ ഇന്ന് മുതൽ തുടങ്ങി. ഇവിടെ ഈ ഹിജാസ് മറ്റേ അറേബ്യ കേന്ദ്രീകരിച്ചാണല്ലോ നമ്മൾ നബിൻ്റെ ഇത് വരുന്നത്. അറേബ്യ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യമായിട്ട് വരെ തന്നെ ഹാജറ ബീവിൻ ഇസ്മായിൽ നബി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അവിടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ മക്ക എന്ന ഭൂപ്രദേശത്ത്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ജുർഹം ഗോത്രം, അതായത് അറബികൾ തന്നെ അറബ് 3 തരമുണ്ട്.
അത് നാടോടികളായിട്ടുള്ള നൊമാഡ്സിന്റെ രൂപത്തിലുള്ള അറബ് പിന്നെ അത് ആദ്യ സമൂഹ ഗോത്രക്കാർ ആ കാലഘട്ടത്തിലുള്ളവര്. പിന്നെ തൊട്ട് ശേഷം പറയണ മുസ്തരിബുണ്ട്, അത് നിയോ അറബ്സ് എന്ന് പറയും. അവരെന്ന് പറഞ്ഞാൽ ഈ കഹ്താനികളില്ലേ, ആരിബക്കാര്. പിന്നെ മുസ്തരിബ എന്ന് പറയുമ്പോ ഇസ്മായിൽ നബിക്ക് ശേഷമുള്ള ആൾക്കാർ. അപ്പൊ ആദ്യത്തിൽ ഒരു ജുർഹുമുകാരുണ്ടല്ലോ, ഓരോ ആദ്യമായിട്ട് നമ്മളെ ഇസ്മായിൽ നബിയുടെ അടുത്തേക്ക് പറഞ്ഞത്. അങ്ങനെ അവരോട് ഒരു 400 വർഷം അദ്ദേഹത്തിന്റെ അവരൊക്കെയാണ് ഇസ്മായിൽ നബി അറബി പഠിക്കുന്ന പറയുന്നുണ്ട്. അവരൊക്കെയാണ് അദ്ദേഹം മറ്റു ഭാഷ സംസാരിച്ചിരുന്നത്. അവർ കാരണത്താൽ അറബി പഠിച്ച്. പിന്നെ അവരിന്ന് ഹുദാക്കാരെന്ന് പറയുന്നത് അവർ ഈ 400 വർഷം ഭരിക്കുമ്പോൾ എന്തായാലും അത്ര നാൾ ഭരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ഹുദാക്കാര് പറഞ്ഞേറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യപ്പെട്ട അറബികൾ എന്നുള്ളത് നമുക്കറിയാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമിൻ്റെ പരമ്പരയിൽ പെട്ടതാണ് അറബികൾ എന്ന് പറയുന്നത്. നൂഹ് നബിൻ്റെ മറ്റു മക്കളായ ഹാമിൻ്റെ പരമ്പരക്കാരാണ് ഈ ആഫ്രിക്കത്തെ ആൾക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യാഫിസിൻ്റെ പരമ്പരക്കാരാണ് തുർക്കിക്കാർ. അതുപോലെ സാമിൻ്റെ പരമ്പരക്കാരാണ് അറബികൾ എന്ന്. ഇത് ഈ അറബികൾ ഓൾറെഡി അറബിയയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതല്ല, അതിനപ്പുറം ഈ മറ്റേ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി വന്നവരാണെന്നും മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നിന്ന് വന്നവരാണെന്നൊക്കെ കുറേ ഇത് കാണാൻ സാധിക്കും. പിന്നെ അറബികൾ എന്നുള്ള അവരുടെ കൾച്ചറും അവരുടെ ഭാഷയൊക്കെ ഹബിഷക്കാരായിട്ട് നല്ലൊരു കണക്ഷനുള്ള ഭാഷയായിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ ഈ സംസം കാരണത്താൽ എന്ത് അവിടെ ജുർഹുമുകാർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഏത് സിവിലൈസേഷൻ നോക്കണെങ്കിലും ഒരു വെള്ളത്തിന്റെ ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് അവർ അധികം ഉണ്ടാകാം. നോക്കുകയാണെങ്കിൽ ഇൻഡസ് നദിയുടെ തീരത്തായിരുന്നു തുടങ്ങിയത് തന്നെ. മെസൊപ്പൊട്ടോമിയ ആയാലും ഹാരപ്പ, മറ്റേ മൊഹൻജദാരോ എല്ലാം ഓരോരോ നദി തീരത്തായിരുന്നു അവർ തുടങ്ങി വെച്ചത് സിവിലൈസേഷൻ. ഇതിൻ്റെയൊക്കെ ബാക്കിയായി കണ്ട് അറേബ്യയിലും വെള്ളത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് ജുർഹും ഗോത്രം, നമുക്കറിയാം ഇസ്മായിൽ നബിയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെള്ളത്തിൻ്റെ ആ സംസം കിണറൊക്കെ കണ്ടാണ്ട് അങ്ങോട്ട് വരികയും അവിടെ പിന്നീട് താമസം ആരംഭിക്കുകയും ചെയ്തത് ജുർഹും ഗോത്രക്കാർ. പിന്നെ അവിടെ മറ്റൊരു വിഷയം ഹൈക്കലിൻ്റെ മുഹമ്മദ് എന്നുള്ള ബുക്കിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ റോം, പേർഷ്യ, അറേബ്യൻ്റെ ഈ ജസീറത്തുൽ അറബിൻ്റെ അറേബ്യൻ പെനിൻസുലാറിൻ്റെ അപ്പുറമായിട്ടുള്ള രണ്ട് വലിയ സാധനങ്ങളാണല്ലോ റോമും പേർഷ്യയും. ഇവർ ഇസ്ലാമിന് മുമ്പേ എന്തുണ്ട്, പരസ്പരം അങ്ങോട്ടും ക്ലാഷുകളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ജസീറത്തുൽ അറബ് എങ്ങനെ സർവൈവ് ചെയ്തു പോയി? അതായത് പേർഷ്യത്തെ മറ്റേ സൂര്യനെ ആരാധിക്കണതില്ല, റോമത്തെ ക്രിസ്ത്യാനിറ്റിയും ഇതൊന്നും ബാധിക്കാതെ ഒരു ശരിയാണ് ഒരു അവരുടെ രീതിയിലുള്ള അവർക്കൊരു പ്രകൃതി ഉണ്ട്. അതായത് അവരെ പ്രതിച്ചാല് ഞങ്ങൾ ഹറമിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ആരും ഒന്നും ചെയ്യൂല. ഞങ്ങൾ പ്രപിതാക്കൾ നോക്കണമെങ്കിൽ നേരെ ഞങ്ങൾക്കൊരു മറ്റുള്ളവരെക്കാർ ഉത്തമമായിട്ടുള്ള മാർഗ്ഗം ഞങ്ങൾക്ക് സ്വീകരിക്കാനുണ്ട്. അതിന്റെ ഒരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഷാമുകാരത്തെ സെയ്ഫ് ദിയസി എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരുണ്ടായിരുന്നു ഇസ്ലാമില്. പക്ഷെ ഇവരൊന്നും ഈ മക്കാരെ കുറേശ്ശികളായിട്ട് ആരും ഇവർ കാര്യമാക്കി തന്നില്ല. അതായത് ഓരോ ഭാര്യ നോക്കും. ഈ മക്കാർ വെച്ചാൽ ഇവരെ നോക്കാൻ ആരും ഇല്ലാത്തൊരു ഗതി. അതായത് ഇവര് സ്വയം ആ മക്ക കാബ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ജീവിച്ചു പോകാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അറേബ്യ ഗോത്രക്കാരിൽ നിന്ന് ഇവർക്ക് ഭയങ്കര ബഹുമാനങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളതും സത്യമാണ്. ഇവർ സ്വയം മേനി നടിക്കാതെ ബാക്കിയുള്ളവരിൽ നിന്നും അവർക്ക് കുറച്ച് ബഹുമാനങ്ങൾ ഇത് കിട്ടിയിരുന്നു. ഹിജാസിലെ ബാക്കിയുള്ള കുറേ മറ്റേ ഹിജാസിൽ വേറെയും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത ഇവരൊക്കെ ഉണ്ടായിരുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം കഅബയെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഖുറൈശികൾക്ക്, അതുപോലെ തന്നെ അവിടെ കഅബയെ പരിപാലിച്ചു കൊണ്ടിരുന്ന ഗോത്രത്തിന് കൂടുതൽ ബഹുമാനം ബാക്കിയുള്ള ഗോത്രത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെയിൻ നടിക്കാൻ ഓർക്കൊരിതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരധികം വേറെ ഇപ്പോൾ ഈ പേർഷ്യയിലും റൊമേല അതിലൊക്കെ എത്തിപ്പെടാതെ പോയത്. പിന്നെ അവിടെ മറ്റൊരു വിഷയമാണ് ഈ ഇസ്മായിൽ നബിൻ്റെ ഇതിൻ്റെ ശേഷമാണല്ലോ, അതായത് സംസം കിണർ വന്നതിൻ്റെ ശേഷമാണല്ലോ അവിടെ ഈ ഇങ്ങനെ ആൾക്കാർ വന്ന് താമസിക്കണൊക്കെ. പക്ഷേ ഇസ്മായിൽ നബിയൊക്കെ ഇബ്രാഹിം മില്ലത്തിൽ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ കഅബ ഉണ്ട്. ഇസ്ലാമിൻ്റെ ഈ നബിൻ്റെ ശരീരത്തിന് മുമ്പുള്ള ഇസ്ലാമിലും എല്ലാത്തിനും പ്രാധാന്യമുള്ള സ്ഥലമാണിത് കഅബ എന്നുള്ളത്. അത് ആദ്യ നബിൻ്റെ മുമ്പ് സൃഷ്ടിച്ചാണെന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു ബിംബാരാധന കടന്നു വന്നു എന്നുള്ള ചർച്ചയാണ്. മറ്റേ ഫത്തുമക്കൻ്റെ മറ്റേ അതായത് ഈ ഇതിൻ്റെയൊക്കെ ശേഷം 360 ബിംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കഅബ പൊളിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ കുറെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ട് തങ്ങൾ തന്നെ അത് പൊളിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ധാരാളം ബിംബങ്ങൾ. ഇത്രയും വലിയൊരു ബിംബാരാധനയൊക്കെ വരിക പറഞ്ഞാൽ അത് കുറച്ച് വലിയ സംഭവം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ പറ്റി എന്താ ഉള്ളത്? അതിപ്പോൾ നോക്കണമെങ്കിൽ
അമ്രുബനുല്ലഹി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹുസാ ഗോത്രത്തിലെ തലവനായിരുന്നു. ആദ്യം പറഞ്ഞ ജുർഹമുകാർ, പിന്നെ ഹുസാക്കാർ വന്നതിന് ശേഷം അതിപ്പെട്ട് ഇദ്ദേഹം ഷാമിലേക്ക് യാത്ര പോകുന്നുണ്ട് കച്ചവടാർത്ഥത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഒരു അമാലിക്ക ഗോത്രം, അമാലിക്ക മോബിറ്റീസ് എന്ന് പറയും. അന്നത്തെ ബിംബാരാധകർ എന്നുള്ള അറിയപ്പെട്ട മോബിറ്റീസ്, അവരിൽ നിന്ന് അവരുടെ ഒരു മെയിൻ വിഗ്രഹത്തിനെ ഇങ്ങോട്ട് കഅബയിലേക്ക് കൊണ്ടുവരുന്നു. ഹുബുൽ എന്ന പേര്. അതായിരുന്നു ഖുറൈശിന്റെ മെയിൻ ഗോഡായി അവർ കണ്ടു വന്നിരുന്നത് ഹുബുലിനായിരുന്നു. അപ്പം ഇത് തുടങ്ങി വെച്ചത് ഇസ്മായിൽ നബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എന്താ പറയുക, ഇസ്മായിൽ നബിൻ്റെ സന്താന പരമ്പര, സ്വാഭാവികമായിട്ടും സന്താന പരമ്പര കൂടിയപ്പോൾ ആ ഭാഗത്ത് താമസിക്കാൻ കഴിയാതായി. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടുന്ന് മാറി താമസിച്ചപ്പോൾ ഇസ്മായിൽ നബി കുറച്ച് ആദരവോടെ കണ്ടിരുന്ന അവിടുത്തെ കല്ലിനൊക്കെ എടുത്തുകൊണ്ടുപോയി അവിടെ പോയി. ഫസ്റ്റൊക്കെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്തുടർച്ചക്കാർ വന്ന് അതൊരു ആരാധനയായി. ദൈവത്തിന്റെ മക്കള്, പേരമക്കള്, ആ രീതിയിലൊരു വിശ്വസിക്കാൻ തുടങ്ങി. ദൈവമായിട്ടല്ല, ദൈവത്തിലേക്കൊരു വഴി ആയിക്കാണ്ട്. പക്ഷെ ചിലവരതിൽ നിന്ന് തീവ്ര വിഭാഗക്കാർ ദൈവമായിട്ടും അവരെ കണ്ടിട്ടുണ്ട്, ആ കല്ലുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഹൈക്കലിന് മുഹമ്മദിൽ പറയുന്നുണ്ട് സാബിയുകൾ എന്ന് പറയും, നക്ഷത്ര ആരാധകർ. ഈ നക്ഷത്രങ്ങൾ ആരാധിക്കുന്നവർ, അങ്ങനെ ഹൈക്കൽ പറഞ്ഞ അഭിപ്രായമാണ്, നക്ഷത്രങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്ന് മാറി വന്നിട്ട് പിന്നെ അങ്ങനെ ഈ ബിംബാരാധന കടന്നു വന്നതാണ് എന്നുള്ളൊരു ഹൈക്കൽ മുഹമ്മദിൽ പറയണായിട്ട് കണ്ടിട്ടുണ്ട്. ഹൈക്കലിന്റെ അഭിപ്രായമായിട്ട് ആ സാധനം പറയുന്നത്. പിന്നെ ഈ ഇത്രയൊക്കെ വന്നിട്ട് അവർക്ക് അള്ളാഹു എന്നുള്ള ഇതുണ്ട്, അതിൻ്റെ ഒപ്പം മറ്റേ ശിർക്കായിട്ടാണ് അവർ ഇതിൻ്റെ ഒപ്പം വേണ്ടത്. ഈ ഒരു കാരണമാണ് നബിനെ അറേബ്യയിലേക്ക് വന്നതെന്നുള്ള ഇതും കൂടി ഉണ്ട്. അള്ളാഹു വിശ്വാസം അവരെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹജ്ജിന് തവാഫ് ചെയ്യല്ലോ, തവാഫ് ലബ്ബൈക്ക് അല്ലാഹു ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇല്ലാ മാ മലക ലക. ഇത് നീ ഉടമപ്പെടുത്തുന്നവരെ അള്ളാഹുലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ അവർ എന്താ ഒരു വേറെ വിഗ്രഹത്തിലൂടെ എന്താ അള്ളാഹുവിനെ ആ രീതിയിലാണ് അവർ വിശ്വസിച്ചത്. ഷിർക്ക് തന്നെ പറയാം. കാരണം മറ്റേ ലാത്ത ഉസ്സ മനാത്ത ഇതൊക്കെ ദൈവത്തിന്റെ പെൺമക്കളായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുപോലെ എന്താ ഇഖ്ലാസ് കൊടുത്തിട്ടുണ്ടല്ലോ, മക്കളില്ല, പങ്കാളില്ല. അതൊക്കെ ഈ വിഷയത്തിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്, അള്ളാഹു മറ്റേ ഗൾഫിൽ പറയുന്നുണ്ട്, ഇഖ്ലാസിൽ പറയുന്നുണ്ട്, പല സുഖത്തിലും പറയുന്നുണ്ടല്ലോ വലമെത്തിഹിദു വലതെന്നുള്ളത്. അപ്പൊ ഈ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ഏകദേശം വിശ്വസിച്ച് വരുന്നത് മൂന്ന് മാതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതും ഏകദേശം ഈ രൂപത്തിലുള്ള വിശ്വാസമാണ് അവരിലും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികം നമുക്ക് പറയാം ഷിർക്കാണ്. നീ ഏകദേശം ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ല തന്നെ ഈ പ്രീ ഇസ്ലാമിക് കഥയിൽ അവിടുത്തെ ആൾക്കാരെ തൊബിയത്തിന് ചെറിയൊരു രൂപം വന്നു, പിന്നെ അവരെ പ്ലേസ് ആ റീജിയൻ്റെ ഒരു തൊബിയത്തും വന്നല്ലോ. ഏകദേശം ഒരു പറ്റ വരണ്ടുണങ്ങിയതല്ല. നമ്മൾ അറേബ്യ എന്ന് പറയുമ്പോൾ പൊതുവെ വരണ്ടുണങ്ങിയ ഭൂമി മാത്രമായിരുന്നില്ല. ഇപ്പൊ അറേബ്യൻ പെട്രക്സ്, അറേബ്യൻ ഫെലിക്സ്, പിന്നെ അറേബ്യൻ ഡെസേർട്ട്, ഈ മൂന്ന് രൂപത്തിൽ ഓരോ വേർതിരിച്ച് കണ്ടിരുന്നു. എന്നുവെച്ചാൽ അറേബ്യൻ പെട്രക്സും ഫെലിക്സും ഒക്കെ കുറച്ച് പച്ചപ്പുള്ളവർക്ക് കൃഷിയോഗ്യമായ ഒരു സ്ഥലമായി അവരെ കണ്ടിരുന്നു. അറേബ്യൻ ഡെസേർട്ട് മാത്രമായിരുന്നു കുറച്ച് മരുഭൂമി ആയത്. സ്വാഭാവികമായിട്ടും അധികം മരുഭൂമി ആയിരുന്നു, പക്ഷെ ഫുള്ള് മരുഭൂമി നമുക്ക് പറയാൻ പറ്റില്ല. ഈ യസ്രിബൊക്കെ അന്ന് നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഷാമിലേക്കും യമനിലെ ഭാഗത്തൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ യസ്രിബിനെ ആശ്രയിച്ച് അവിടെ താമസിക്കുന്ന രീതി അവിടെ ഇന്ത്യയിലേക്കും കച്ചവടത്തിന് അറബികൾ ധാരാളമായിട്ട് ഇന്ത്യക്കും പല രാജ്യങ്ങളും അറബികൾ കച്ചവടത്തിൽ ഭയങ്കര മുന്തി നിന്നൊരു വിഭാഗമാണ്. പല രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ യൂനാനക്കായാലും ഇന്ത്യക്കായാലും പേർഷ്യക്കായാലും റോമൊക്കെ ഒരു പെനിൻസുലാണ്ട് 3 ഭാഗവും കടലുമാണ്. കപ്പൽ മാർഗമാണെങ്കിലും യാത്ര ചെയ്യാനൊക്കെ എന്തുകൊണ്ടും ഉള്ളതാണ്. പിന്നെ ഇവർ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഇവർ ഒരു സ്ഥലത്ത് മാത്രം താമസിക്കുന്ന ആൾക്കാരല്ലോ, ബദവികളായിരുന്നല്ലോ. അതായത് ഇങ്ങനത്തെ ഒരു നാടോടി വിഭാഗക്കാർ ആയിരുന്നു. ഖുറൈശികൾ തന്നെ പൊതുവെ ആദ്യം നാടോടിക്കാരായിരുന്നു. പിന്നീട് ഈ ഹുസാ ഗോത്രത്തിന് ശേഷം ഒരു അധികാരം അവർക്ക് കിട്ടുന്നായപ്പോൾ മാത്രമാണ് ഖുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു അധികാരം കിട്ടുന്നായപ്പോഴാണ് അവിടെ സ്ഥിരതാമസാക്കി നഗരത്തിൽ നിൽക്കാൻ തുടങ്ങിയത്. അത് ഇപ്പൊ ഖുറൈശിയിലേക്ക് പറഞ്ഞ നോക്കുകയാണെങ്കിൽ തന്നെ ഹുസാഗോത്രത്തിലത്തെ അവസാനത്തെ ഒരു രാജാവായിട്ട് തന്നെ ഹുലൈൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ മകൾ ഹുബ എന്ന് പറയുന്ന ആളെ ഖുറൈശി നേതാവായ ഖുസൈബിൻ കിലാബ് വിവാഹം കഴിക്കണം. അങ്ങനെയാണ് പിന്നീട് ഈ ജുർഹുമുകാര് ഹുസാക്കാര് പിന്നീട് ഖുറൈശികളിലേക്ക് എന്താണ് തന്റെ മക്കൾക്ക് കൂടി കൊടുക്കാത്ത പരിഗണന എന്ത് ചെയ്ത് ഹുസൈന് നൽകുകയുണ്ടായി. അങ്ങനെ ഹുസൈന് സ്വാഭാവികമായിട്ടും ഹുസൈൻ്റെ മക്കളായ മറ്റേ അബ്ദുമനാഫ്, അബ്ദുഷംസ്, ഈ അബ്ദുമനാഫായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. അവിടെ മക്കാരുടെ ഇടയിൽ കൂടുതൽ പ്രാധാന്യം അബ്ദുമനാഫിനായിരുന്നു. പക്ഷേ
കുസൈ മരിച്ചപ്പോൾ എന്താ കുസൈ സ്വാഭാവികമായിട്ടും കൊടുത്തത് ആദ്യത്തെ മകനെ അബ്ദുശംസിനായിരുന്നു ഭരണം കൊടുത്തത്. അപ്പോൾ ഇത് നാട്ടുകാരുടെ ചില ചെറിയ കലഹത്തിനൊക്കെ ഇടയാക്കുകയും ഒരു പരസ്പരം എന്ത് ചെയ്ത് ഭിന്നിച്ചാണ്ട് കുറച്ച് ഇപ്പം ഈ അങ്ങനത്തെ അന്ന് തന്നെ മക്കയ്ക്ക് കഅബ ഉണ്ടായതുകൊണ്ട് ഹാജിമാർ വരുമല്ലോ ഹജ്ജ് ചെയ്യാനും മറ്റേ ഓരോ ആരാധനക്കൊക്കെ. അപ്പം ഈ ഹാജിമാർക്കുള്ള ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഇതൊക്കെ ഈ അബ്ദുമനാഫിൻ്റെ കുടുംബക്കാർക്ക് വിധിച്ചു കൊടുത്ത് ബാക്കിയുള്ള അബ്ദുഷംസിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ അബ്ദുഷംസിൻ്റെ ആൾക്കാർക്കും വിധിച്ചു കൊടുത്ത്. അങ്ങനെ രീതിയിലുണ്ടായി. പിന്നെ ഇതിൻ്റെയൊക്കെ ശേഷം പിന്നെ അടുത്ത നേതാവ് എന്നത് ഹാഷിമായിരുന്നു. ഈ സാധനത്തിൽ നിന്നൊക്കെ മനസ്സിലാണ് അവിടെ ഒരു കറക്റ്റായിട്ടുള്ള രാജാവ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സാധനം ഇല്ലെങ്കിലും പക്ഷെ അവിടെയുള്ള ആ ഖുറൈശി നേതാവിന് വലിയൊരു ഇതുണ്ടായിരുന്നു, സ്ഥാനം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു രാജാവായി വലിയ മേനി നിറച്ച് നടക്കൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഓരോരോ ബഹുമാനം സ്വാഭാവികമായിട്ടും അബ്ദുൽ മുത്തലിബിന്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കാബയുടെ മുമ്പിൽ സിംഹാസനം പോലെ. പക്ഷെ അതിലാരും ഇരിക്കയില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ബഹുമാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം ചെറുപ്പകാലത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയാറില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ബഹുമാനം ഉള്ളതുകൊണ്ട് ആരതില് സ്പർശിക്കുക പോലും ഇല്ല എന്ന് പറയണേക്കാറുണ്ട്. ഈ സാധനത്തിൽ പിന്നെ ഷാമിൽ ഏതോ സ്ഥലത്ത് രാജാവുമ്പോൾ അവിടേക്ക് കാണാൻ പോണ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വേണമെങ്കിൽ കറക്റ്റ് ഒരു ഭരണം ഇല്ലെങ്കിലും ശരി ഇവര് ഈ മറ്റുള്ള രാജഭരണങ്ങളോടും ഇവരെ ബഹുമാനിച്ചിരുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് കാബ എന്നുള്ള ആ ഒരു പരിശുദ്ധമായ സ്ഥലങ്ങളിൽ നിന്നും മറ്റു ഹാജിമാര് പറഞ്ഞുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ടാവല്ലോ. അത് ബേസിലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടായിന് അവിടെ. അതായത് മറ്റേ ഈ പൊതു പദവികളാണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ തങ്ങി കൂടി നിന്നത് ഈ കാബിൻ്റെ ചുറ്റും ആയിരുന്നു. അത് ഓൾറെഡി അവിടെ സംസങ്ങളുള്ള വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ട്. പിന്നെ പക്ഷെ സംസം ജുർഹുംകാര് അവിടുന്ന് വിട്ടുപോയപ്പോ ജുർഹുംകാരെ മൂടി. പിന്നീട് അത് തുറക്കേണ്ട ഒരു ആവശ്യം വന്നില്ല, കാരണം അതിനോട് കുറെ ചില സ്രോതസ്സുകൾ അവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹുസാക്കാർക്ക് അത് തുറക്കേണ്ട ആവശ്യം വന്നില്ല, ഒരു നോക്കിയതില്ല, മെയിൻ ചെയ്തില്ല. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിൽ കാണാൻ സന്ദർഭം ഉണ്ടായിരുന്നത് രണ്ട് പാറകൾക്കിടയിലായിട്ട് ഇങ്ങനെ വെള്ളമുണ്ട്. അങ്ങനെ ഒരു അടയാളങ്ങളൊക്കെ സ്വപ്നത്തിൽ വരുന്ന ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറയല്, ഇവര് ഈ കുറേശ്ശികൾ ബലി നടത്തുന്ന സ്ഥലത്താണ് ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനൊരു അടയാളം വയ്ക്കാണ് പറയണത്. അവിടെ ഒരു ഉറുമ്പിൻ്റെ കൂടുണ്ടാവും, പ്രാവിൻ്റെ കൂടുണ്ടാവും, പിന്നെ അവിടെ ചോര കെടുക്കുന്നുണ്ടാവും, അവിടെ ഒട്ടകത്തിന് ചാണകം കെടുക്കുന്നുണ്ടാവും. അങ്ങനെ കുറേ അടയാളങ്ങൾ പറഞ്ഞിട്ടാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനെ ഹാരിസിനെ കൂട്ടിയാണ്ട് അവിടെ കുഴിച്ചു നോക്കിയത്. അങ്ങനെ കുഴിച്ച് ഒരു പാറകല്ല് തട്ടി പൊട്ടി. കുഴിക്കണ സമയത്ത് കുറേശ്ശികൾ ധാരാളം പരിഹസിച്ചിരുന്നു. എന്തിനാണ് വേണ്ടാത്ത പണി കേൾക്കുന്ന രീതിയിൽ സ്വാഭാവികമാണ്. ഈ ഡെസേർട്ടിൽ ഈ ഒരു ഇങ്ങനത്തെ പ്രദേശത്തിൽ കുഴിച്ചിട്ട് എവിടുന്ന് വെള്ളം കിട്ടാനാണ്? ഓൾറെഡി വെള്ളം ഉള്ളിടത്ത് ഉണ്ടാവാന്നല്ലാതെ ഇല്ലാത്ത സ്ഥലത്ത് പോയി കുളിക്കണ ആളെ ഭ്രാന്തനായിട്ട് തന്നെ ആൾക്കാർക്ക് കാണാം. അന്ന് കുഴിച്ചതിന് ശേഷം ഇതുവരെ ആദ്യത്തെ വെള്ളം വറ്റിയിട്ടില്ല എന്നുള്ളത് അബ്ദുൽ മുത്തലിബ് എന്ന ഹാരിസ് മാത്രം കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരു വിഷമുണ്ട്, എനിക്ക് മക്കളില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ടാകുന്നത് കുറച്ച് സന്ദർഭങ്ങളിലൂടെ. മക്കളുണ്ടായ ഞാന് ഒരു മകനെ നിനക്ക് ബലി ഇറക്കാന്നുള്ള രീതിയിൽ അള്ളാഹിനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തൊട്ടകളെ നേർച്ച ചെയ്തിട്ട് ആദ്യം 10 തൊട്ട് നേർച്ച ചെയ്യാണ്ട് കിട്ടൂല. എന്നിട്ട് 10, 20, 30, 100 അബ്ദുള്ള എനിക്കുണ്ട്. എന്നിട്ട് അബ്ദുള്ള എനിച്ചിട്ട് എന്താ നേർച്ച കൊടുക്കും 10, 20, 30 ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹത്തിന് അത്ര ആത്മാർത്ഥത ഉണ്ട്, അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ ആണല്ലേ ഇവരെന്തായാലും ഇങ്ങനെ പേർഷ്യൻ റോമൊക്കെ വന്നപ്പോഴും ഇവരെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചെന്നില്ല. അവിടെ മറ്റൊരു വിഷയമായിട്ട് പറയാനുള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നബിൻ്റെ ഇതിനെ നമ്മൾ സൂക്ഷിക്കാൻ നബിനെ 40 വയസ്സിൽ പിന്നെ നുബത്ത് വരുന്ന വരെയെങ്കിലും നബിനെ ഇതിന്നൊക്കെ വിട്ടു പോവാതെ മറ്റു ശിർക്കിലേക്കൊന്നും പോവാതെ ഇങ്ങനെ നോക്കി അടുക്കുന്നത് നല്ല സാധനം നമ്മുടെ മേൽനോട്ടത്തിലായിരുന്നു നബിത്തങ്ങൾ അത്രയും കാലം. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണമല്ലേ ഈ ജസീറയിൽ മറ്റു ഈ ക്രിസ്ത്യാനിറ്റിയോ അതൊന്നും വരാതെ, അതായത് ആ ഒരു പരമ്പരയാണ്. ആ ബ്ലഡ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ശിർക്കണേ, അതായത് അള്ളാണ്ട് അള്ളാന്റെ ഒപ്പം അവർ ശിർക്കനെ വാങ്ങിക്കുക. അന്ന് അബ്ദുള്ള എന്ന് പറയുന്ന പേരുള്ള ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പറയണേക്കാലം. പിന്നെ അറബികളെ നോക്കുകയാണെങ്കിൽ അവർ ഫസാഹത്തിൽ അത്ര ഓരോ സന്ദർഭം നോക്കുകയാണെങ്കിൽ ഫസാഹത്ത് ബലാഗ അതിലൊക്കെ ഇപ്പൊ ഓരോ നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കണമെങ്കിൽ ഇപ്പൊ മൂസ നബി നോക്കണമെങ്കിൽ ആ കാലത്ത് സിഹർ അഭിചാരം വ്യാപകമായ ഒരു കാലത്ത് അദ്ദേഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മോചിതമായിട്ട് അദ്ദേഹത്തിന്റെ വടി പാമ്പാകണ വടിയായാലും അങ്ങനത്തെ മോചിതകൾ സിഹിറിനെ തോൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മോചിതകളാണ്.
കുറെ സീറുകാരെയും പിന്നെ മൂസാനബിനെ വിളിച്ചാണ്ട് ഒരു മത്സരം പോലെ നടത്തുന്നുണ്ട്. ഈ വടിനെ നിലത്തിട്ട് പാമ്പാക്കും. പക്ഷെ മൂസാനബിന്റെ വടി നിലത്തിട്ട് പാമ്പാകുമ്പോ ആ സീറേര് വടിയും കയറൊക്കെ നിലത്തിട്ട് പാമ്പാ എല്ലാ പാമ്പിനെയും വിഴുങ്ങി കളയുന്ന ഒരു സന്ദർഭമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഏതൊരു മുജിസത്തും ഏത് നബിമാരും ആ കോണ്ടക്സിനോട് യോജിച്ച ഏറ്റവും ആ ഫസാഹത്തിനേക്കാൾ ഏറ്റവും പ്രബലമായ സാഹിത്യ സമ്പുഷ്ടമായ ഒരു പരമോന്നതൊരു പുസ്തകം, ഒരു കിതാബായിട്ടാണ് ഖുർആൻ അവതീർണമാക്കണത് പ്രവാചക തങ്ങൾ. ഖുർആന് പറഞ്ഞപ്പോ നബി തങ്ങളെ അന്നത്തെ കാലത്ത് കവി എന്നൊക്കെ വിളിച്ചു പറയാൻ കളിയാക്കിയിരുന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇവലെ ബലായാലും എന്തായാലും ഈ കവികൾക്ക് ഇവൽക്കൊക്കെ നല്ല പ്രാധാന്യം നൽകിയല്ലോ. അത് മുല്ലക്കാത്ത് പറയുന്നുണ്ട് ഈ കാബയില് തൂക്കിലിടണ സന്ദർഭം. ഏറ്റവും നല്ല ആ കാലഘട്ടത്തിലെ ഒരു എല്ലാരും അംഗീകരിക്കപ്പെടുന്ന കവിതകളില് കാബയില് തൂക്കിയിടാൻ മെയിൻ കവിത ഏറ്റവും അടിപൊളി കവിത ഏതാന്ന് സെലക്ട് ചെയ്യണ ഇമ്രുൽ കൈസിന്റെ ഒക്കെ കവിതകൾ അന്ന് നല്ല പ്രശസ്ത. ഇമ്രുൽ കൈസ് ഇവരെ കവിത ഒക്കെ എടുത്തു നോക്കിയാൽ പോലെ ഒരു തൊബിയത അതിന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ മെയിനായിട്ട് ക്യാഷ്, പണം, പെണ്ണ്, ഈ ഒരു വിഷയത്തിൽ അതായത് ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷ്യമുണ്ടോ, ഈ മെറ്റീരിയൽ വേൾഡിൽ എന്തൊക്കെ ലക്ഷ്യം അനുഭവിക്കാൻ കഴിയുമോ അതിനൊക്കെ അനുഭവിച്ച് തീർക്കുക. ഈ മരിക്കുമ്പോ തന്നെ കള്ളിന്റെ ഇത് ഇങ്ങോട്ട് കിട്ടിയിട്ട് മുന്തിരിന്റെ വീഞ്ഞിന്റെ മുന്തിരി നടണം, അതിന്ന് ഇറ്റന്റെ തൊള്ളയിലേക്ക് അത് എത്തിക്കോട്ടെ, അതിന്റെ രുചി എത്തിക്കോട്ടെ. അത്രയും പീക്ക് ലെവലിൽ ഓരോ ഈ ആഗ്രഹങ്ങൾ വർദ്ധിച്ചിരുന്നുള്ള കുടുംബത്തിന്റെ മഹിമ വരുത്തണ യുദ്ധത്തിന്റെ വിഷയങ്ങൾ വെക്കണമെങ്കിൽ ഹർബൽ ബസത്ത് 40 വർഷത്തോളം ഒരു ഒട്ടകത്തിന്റെ പേര് പറഞ്ഞ് 40 വർഷം നീണ്ടുന്ന ഒരേപോലെ യുദ്ധം ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. യുദ്ധത്തിന്റെ സ്വാഭാവികം അങ്ങനെയാണല്ലോ. ചെയ്യണമെന്നില്ലല്ലോ. യുദ്ധം തുടങ്ങി എന്നാണ് അവസാനിക്കുന്നത് അതുവരെ ആ യുദ്ധം. സ്ത്രീയുടെ ഒട്ടകം സാലബ് ഗോത്രത്തിലത്തെ ഒരാളുടെ ഒട്ടകം വേണ്ട സ്ഥലത്ത് മേനി, അതിന്റെ വിഷയത്തില് 40 വർഷത്തോളം ഓർക്കിടയിലുള്ള ഒരു വിരോധം അത്രയും കാലം നീണ്ടു നിന്നു. ഒരു സൗഹൃദം ഒന്നും ഇല്ലാതെ അത്രയും കാലം നീണ്ടു നിന്നുള്ളതാണ് അവിടെ ഓരോ ട്രൈബിന് അത്രയും വലുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ ഗോത്രം അത് എന്റെ ജീവന്റെ തുല്യമായിട്ട് അവരെന്താണ് സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഗോത്രത്തിലൊരു കവി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗോത്രക്കാർക്ക് ഭയങ്കര ഇതാ. എന്റെ ഗോത്രത്തിലൊരു കവി ഉണ്ട്, മെയിൻ കവി എന്റെ ഗോത്രത്തിൽ പെട്ടാണ്. ഇപ്പൊ എന്നാ സബൽമാലക്കതിൽ സെലക്ട് ചെയ്യണ കവിത എന്റെ ഗോത്രത്തിലെ കവിക്കാണ് കിട്ടിയത്. ആരിതിലൊരു ഭയങ്കര രീതിയിൽ മെയിൻ നടക്കും, സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു വിഷയം, ഏത് സിവിലൈസേഷൻ ഇല്ല ഏതൊരു ഏത് സാധനത്തിനും നോക്കിയാൽ അവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടണം. ഇല്ലെങ്കിൽ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്ത്, ഈ പെണ്ണുങ്ങളുടെ വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഈ ഒരു ഫെമിനിസത്തിൻ്റെ മുമ്പ്, ഫെമിനിസമൊക്കെ കടന്നു വരുന്നതിന് മുമ്പത്തെ കാലത്തുള്ള ഏത് കാലത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥകളെ പറ്റി ചോദിക്കും. അപ്പോൾ ഈ അറേബ്യൻ പെനിൻസുലയിലെ സ്ത്രീകളുടെ അവസ്ഥ നോക്കുമ്പോൾ വളരെയധികം പരിതാപകരമാണ്. അപ്പോൾ അവരുടെ മാരേജിൻ്റെ വിഷയമാണെങ്കിൽ ഇതൊരു അടിമനെ വാങ്ങൂലേ, അതേപോലെയാണ് അവർ മറ്റേ പെണ്ണിനെ വാങ്ങുന്നത്. അത് വെറുതെ ഉപയോഗിച്ച് വലിച്ചെറിയണ രീതിയിൽ. അതായത് മറ്റേ കല്യാണത്തിൻ്റെ സമയത്ത് ഭർത്താവ് എന്ത് ചെയ്യും, മറ്റേ പിതാവിന് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണ രീതിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ വാങ്ങിയത്, അതായത് കല്യാണം കഴിഞ്ഞാൽ ഇതിൻ്റെ ശേഷം എന്ത് ചെയ്യും, മക്കൾക്ക് അനന്തരമായിട്ട് പോകും. അതൊരു ഭാര്യ എന്നുള്ള സ്ഥാനത്തല്ല ശരിക്കും വരുന്നത്, അടിമ എന്നുള്ള സ്ഥാനത്തൊക്കെ വരുന്നത്. പിന്നെ അങ്ങനെ പല വിഷയങ്ങളും അവർ ജനിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ ഓല കൾച്ചറിൽ, അതായത് ഓല സൊസൈറ്റിയിൽ എന്ത് ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ആൾക്കാർക്ക് പെണ്ണുങ്ങൾ ഉണ്ടാവണ ഒരു കുറച്ചിലായിട്ട് തോന്നും. ആൺകുട്ടികളുണ്ടാവണ ഗോത്രത്തിന് ഭയങ്കര വലിയ കാര്യമാണ്. പെൺകുട്ടികളുണ്ടായ പറയുന്നുണ്ട് തൊലാക്ക് വീണ്ടും ചൊല്ലിക്കഴിഞ്ഞിട്ടും വീണ്ടും ചെല്ലിന് ഓർക്ക് ദേഷ്യം വരുമ്പോ തൊലാക്കല്ലോ, പിന്നെ ദേഷ്യം മാരെ തിരിച്ചെടുക്കും, പിന്നെ പിന്നെയും തലാക്കല്ല, അങ്ങനെ നീണ്ടു പോണ വിഷയങ്ങളൊക്കെ ഉണ്ട്. മൂന്ന് തലാക്ക് അവിടെ ചുരുക്കി വെച്ചിട്ട് ഒരു വിഡിത്തത്തിന്റെ മെയിൻ അടയാളങ്ങളാണ്. അതെ, ജാലത്ത്. പിന്നെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു ഇതിൽ ആർട്ടിക്കിൾ വായിച്ചതാണ്. അതായത് ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവരെ ജാഹിലീങ്ങളായിട്ട് ഫ്രെയിം ചെയ്യാണ്. ഇസ്ലാമിനെ പൊക്കി കാണിക്കാൻ വേണ്ടി ഇവര് ജാഹിലിയ, മറ്റേ ഇസ്ലാമിന് മുമ്പുള്ള പോലെ ജാഹിലിയ എന്നാണ്ട് നമ്മൾ ഫ്രെയിം ചെയ്യണ പോലെയാണ് പുറത്തുള്ള പറയുന്നത്. അപ്പൊ ഈ സാധനം പോലും മനസ്സിലാക്കേണ്ട സാധനങ്ങൾ പോലും ജാലത്തിലെടുത്ത് നോക്കിയാൽ ശരിക്കും മനസ്സിലാക്കിയാല് സഹീഹ് ബുഖാരി തന്നെ ബാബു ദിക്രി ജഹാലത്തിൽ അറബ് എന്ന് പറഞ്ഞ ബാബ് അടക്കമുണ്ട്. അപ്പൊ അത്രത്തോളം വരെ ഇതുണ്ടാവാം. പിന്നെ ഖുർആനില് ജാഹിലിയങ്ങൾ വിളിക്കുന്നില്ല പോലെ ജഹാലത്തിനെ പറ്റിയിട്ട് ഇവര് ചെയ്യണ ജാഹിലും പിന്നെ ഓല് റിച്വൽസ്. രാത്രി ഞങ്ങള് തെറ്റ് ചെയ്ത വസ്ത്രത്തില്
അതെ, സ്ത്രീകള് രാത്രി നഗ്നനായിട്ട് ഞങ്ങളെ ദൈവത്തെ ഞങ്ങൾ തെറ്റ് തെറ്റ് ചെയ്ത വസ്ത്രത്തിലായിട്ട് ചെയ്യില്ലാന്നുള്ള വിഷയം. ഇതൊക്കെ എന്ത് അർത്ഥത്തിലാ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിക്കൊണ്ടില്ല അവരിങ്ങനെ കാട്ടുന്നത് എന്തുകൊണ്ടാ? പിന്നെ ഓരോ ആരാധന ശൈലി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കല്യാണം തവാഫ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അവര് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ട് അതിന് ചുറ്റും ആടിന്റെ പാലെന്താ കറക്കും, അതിന് ചുറ്റും ഇങ്ങനെ തോവാഫ് ചെയ്യുന്ന അവര് ചെയ്തിരുന്നത്. അങ്ങനത്തെ രീതിയാണ് അവരുടെ ആ സമയത്തുണ്ടായത്. ഇതൊക്കെ ഏത് കോമൻസ് ഉള്ള ആളും ചിന്തിച്ചാലും ഇത് എന്താ ജഹാലത്താണോ ഇത് മറ്റല്ല ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കാതെ ചെയ്യാലോ. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ വലിയ വിഷയമാണ് ഈ ഇൻഫാൻറ്റിസൈഡ്. അതായത് ജനിക്കുമ്പോൾ തന്നെ അവരെ കുഴിച്ചു പോകുന്നത്. ഇതാണ് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെയാണ് അവരെ സൊസൈറ്റിയിൽ കാണുന്നത്. അപ്പോൾ അതെന്താ ഒരു കുറച്ചിലായിട്ട് കാണും. അപ്പോൾ അവരെന്ത് ഇങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ അവർ ഒരു അഭിമാന പ്രശ്നമായിട്ട് കണ്ടിട്ട് അങ്ങനെ കുഴിച്ചു പോകും. അങ്ങനെ വിഷയം തന്നെ മോള് ജനിച്ചപ്പോൾ തന്നെ കുഴിച്ചിട്ട് 10 മക്കളെ കുഴിച്ചിട്ടെന്ന് പറയണ്ടല്ലോ. പക്ഷെ മുസ്ലിം വേഷം കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഹദീസിൽ കാണാൻ പറ്റും. കാരണം അന്നത്തെ അതങ്ങനെ ആയിരുന്നു. അവര് കാരണം പെൺമക്കൾ വളർന്ന് ഞാൻ വേറെ കെട്ടിച്ചിടാം, അത് മറ്റൊരു ഗോത്രത്തിന് ഓൽക്ക് അവിടെ പണിയെടുക്കാണ്ട് അവർക്ക് പോയാണ്ട് പിന്നെ ഇവർക്ക് ഉപകാരമല്ല. ആ രീതിയിലാണ് കണ്ടിരുന്നത് സ്ത്രീകളെ. അങ്ങനത്തെ സ്ത്രീകളെ ഇത്രത്തോളം ഇത് മറ്റേത് കൊടുത്തുകാണ്ട് ഇസ്ലാം ഇങ്ങനെ ആക്കി നൽകണതിൽ ഇസ്ലാമിന് അത്ര വലിയ മഹത്വം ഉണ്ട്. ഇസ്ലാം കാരണം അവർക്ക് ഇത്ര ഈ ഗതിയിൽ എത്തിയെന്ന് അറിയാണെങ്കിൽ ഈ രീതിയിലെങ്കിലും അവർ എത്തിപ്പെട്ടു. അന്നത്തെ കാലത്തെ ജാലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലം ഒരു ചെയ്തിനെ ഒരു സ്ത്രീകളോട് ചെയ്തിനെ ഇതിനൊക്കെ കുറേ മാറ്റി തിരുത്തപ്പെട്ട് സ്ത്രീകളെ കുറച്ചെങ്കിലും ഒരു പ്രാധാന്യമുള്ളൊരു ഇതാക്കി നല്ല പ്രാധാന്യമുള്ളൊരിതാക്കി ഇസ്ലാം കൊണ്ടുവന്നു. വലിയ കാര്യം. പിന്നെ അന്നത്തെ ജാഹിലിയത്തിന് കാര്യം പറഞ്ഞാല് അവരിപ്പോൾ എന്തെങ്കിലും ചെയ്ത അറുത്ത് ഇപ്പം എന്താ ഒരു മുയലിനെ കറുത്ത എന്താ അതിനെ അവര് ആ മൃഗത്തിന്റെ ആത്മാവ് എന്താ അവർ തലയ്ക്കും ചുറ്റിയെടുക്കും, അവര് ശപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു വിചാരമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി വേറെ അറക്കല്, വേറെ നേർച്ച കൊടുക്കൽ, അങ്ങനത്തെ രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ബലി അറക്കുക എന്നുള്ള അന്ന് നല്ല പ്രചാരത്തിലുള്ള സാധനം. എന്ത് കാര്യം കിട്ടിയാലും ഞാൻ ബലി അറക്കും. ആ രീതിയിലായിരുന്നു അന്നത്തെ ആൾക്കാർ വെച്ച് പോയിരുന്നത്. ബലി അറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, ഒരു സ്പേസ്, ഒരു ബിംബം ഉണ്ടാവും. അപ്പം ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ച് ധാരാളം ബലി അന്ന് നടന്നിരുന്നു. മനുഷ്യന്മാരെ പോലും ബലി നടന്നിരുന്നു എന്നുള്ളത് ചിലത് കാണാൻ സാധിക്കും. എത്രത്തോളം വിശ്വസിക്കാൻ അറിയില്ല, എന്നാലും അതല്ല ഈ സ്റ്റോറിയിൽ അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന ഈ എവിഡൻസിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊന്ന് ഇവര് കൃഷി ചെയ്ത സമ്പത്തിന്റെ ഒക്കെ പകുതിയിലാതെ ഭാഗമൊക്കെ ഈ ഓരോ ബിംബത്തിനോ ദൈവത്തിനോ വേണ്ടി പകുതി ആ ദൈവത്തിനുണ്ട്. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താ കൃഷി ചെയ്യുന്ന പകുതി എന്താ ഞങ്ങൾ അള്ളാഹിനും പിന്നെ പകുതി അള്ളാഹിലേക്ക് എത്താനുള്ള അള്ളാഹുവിനെ കളിയായിക്കൊണ്ട് തന്നെ ഖുർആൻ തന്നെ തിരിച്ചു മറുപടിയൊക്കെ പറയുന്നുണ്ട്. അവർക്ക് എന്താ അവർക്ക് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് അവർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല അള്ളാഹിനെ പറയുന്നുണ്ട്. പിന്നെ പെണ്ണുങ്ങളെ വിഷയം പറയുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കാത്ത അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫ്ലാഗ് എന്നൊക്കെയാണ് മറ്റേ ഇംഗ്ലീഷ് എവിഡൻസിലൊക്കെയാണ് ഫ്ലാഗ് എന്നൊക്കെയാണ്. അതായത് ഒരു സീൻ എന്തെങ്കിലും തൂക്കിടും വീടിന് മുമ്പിലായിട്ട്. അതായത് അവൈലബിൾ, അതെ ആ രീതിയിൽ ഓൺ അവൈലബിൾ എന്നുള്ള അർത്ഥത്തിൽ ആ സാധനം യൂസ് ചെയ്തിട്ട് അത് പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന ആൾക്കാരാണ് സ്ത്രീകൾ എന്നുള്ളത്. പിന്നെ സ്ത്രീകളെ വിഷയങ്ങൾ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികൾ റോഡ് സൈഡിലൊക്കെ വിവസ്ത്രരായിട്ട് നിൽക്കും ആൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി. ഇത്ര ഉള്ളതായിരുന്നു. ജസ്റ്റ് ഒരു വസ്തുവിൻ്റെ വില പോലും കൽപ്പിക്കാത്തൊരു സൊസൈറ്റിയാണ്. അപ്പം ഇതിനെ നമ്മളൊന്ന് ഫ്രെയിം ചെയ്യണമല്ലോ. ഈ സാധനത്തെ കേൾക്കുമ്പോൾ ചിലർ ഫ്രെയിം ചെയ്യണം. ഈ ജാഹിലീങ്ങൾ എന്നുള്ള ടേം യൂസ് ചെയ്യാത്തതിനുള്ള കാരണം അതാണ്. ഇതേ സംഭവം കേസ് ഒരുപാട് പെയ്ത്തോണ്ട് മുർസിയത്തും ബൈനാസായി ബി അസമുൻ എബത്തൈ കാരണവ ഈ കൈക്ക് ചുറ്റെന്താ ഈ ചരട് കെട്ടിയിട്ട് എന്താ ഒരു മുയലിനെ പോലെ എന്താ ഒരു വെയിറ്റ് ചെയ്തിരിക്കും. ഒരു ആരെങ്കിലും വരുന്നുണ്ടോ എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓൽക്കതേ കഴിയുള്ളൂ. പിന്നെ മറ്റൊന്ന് ഇവര് യുദ്ധത്തിന്റെ വിഷയമാണല്ലോ. ഇവരിങ്ങനെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരുന്നു പരസ്പരം ഗോത്രത്തിന്റെ വിഷയത്തിലൊക്കെ. അപ്പോൾ ഈ യുദ്ധത്തിന്റെ സമയത്ത് അതായത് പകൽ സമയത്ത് യുദ്ധം ഉണ്ടായിട്ട് രാത്രി സമയത്ത് അധികം എന്ത് ചെയ്യണം അവര് മറ്റേ കള്ളും ഇതൊക്കെ ആയിട്ട് ആർഭാടങ്ങളും ഒക്കെ ആയിട്ട് ആഘോഷിച്ചെടുക്കുക. അപ്പൊ അവിടെ സന്ദർഭത്തിൽ നോക്കുകയാണെങ്കിലും സ്ത്രീകളെ ബദറിൽ ശത്രു സൈന്യത്തിൽ സ്ത്രീകളെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. ഹിന്ദു ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പാട്ട് പാടാനും ഡാൻസ് ആടാനും നൃത്തം ചെയ്യാനും ദഫിന് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളെ സാധിക്കും. അത് അവിടെയുള്ള ആണുങ്ങളെ ഇൻട്രസ്റ്റ് എടുത്താനും വശീകരിക്കണം. അവിടെ ആ യുദ്ധത്തിൽ തന്നെ പിടിച്ച് തനക്ക് വേണ്ടി ചെയ്ത ഒരു വസ്തു ആ രീതിയിലെ ആവേശം കൂട്ടാനുള്ള ഒരു സാധനം, ഒരു ടൂള്. അങ്ങനെയാണ് ഒരു ബേസിന് സ്ത്രീകളെ. ഇങ്ങനൊക്കെ വേണമെങ്കിലും എല്ലാവരും ജാഹിലികൾ പെട്ടവരാകുമല്ല. അന്ന് ഉസ്ബിൻ സായിദ ബഹീറ അവരൊക്കെ കുറച്ച് ആൾക്കാര് വർക്കത്ത് ബിൻ നൗഫലൊക്കെ ഹുനഫ എന്ന് പറയും, ഓർത്തഡോക്സ്.
ഹനീഫ് എന്നുള്ള വാക്കിൻ്റെ മറ്റേ ജമ്മ് ഹുനഫ എന്ന് പറയും. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ കുസ്ബിൻ സാഹിബ് പ്രസംഗം നബി സല്ലല്ലാഹു പറയുന്നുണ്ട്, കുസ്ബിൻ സാഹിബ് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ പ്രവാചകർ പറഞ്ഞേക്കാൾ മുമ്പ് ഉക്കാള് ചന്തയില് വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഒരു വലിയ ദൂതം വരാനുണ്ട്, നിങ്ങൾ പിൻപറ്റിക്കാനാ നിങ്ങൾക്ക് നല്ലത്, പിൻപറ്റില്ലെങ്കിൽ എത്ര പിൻപറ്റുന്നവർക്ക് നാശമേ നല്ലത്. ആ എന്ന് രീതിയിൽ. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രസംഗത്തെ പറ്റി അത് നബിത്തങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യപ്പെട്ട നബിത്തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറെ ആൾക്കാർ ആ കുറെ കാലത്ത് ആൾക്കാരുണ്ട്. ആ കാലത്ത് തന്നെ ഉമറുള്ളാവിൻ്റെ വാപ്പാൻ്റെ വാപ്പ നുഫേൽ എന്ന പേര്. ഇപ്പം മൂപ്പർക്ക് എന്താ പറയല് അമ്ര പറഞ്ഞൊരു മകൻ ഉണ്ടായിരുന്നു. അപ്പം നുഫേൽ മരിച്ചതിന് ശേഷം നുഫേലിൻ്റെ ഭാര്യ ആ അമ്രിനെ വിവാഹം കഴിക്കുന്നുണ്ട്. വെച്ചാൽ ആ ഭാര്യയിൽ നിന്നുണ്ടായ കുട്ടിയല്ല അമ്ര, വേറെ ഭാര്യയിൽ നിന്നുണ്ടായ കുട്ടിയാണ് അമ്ര. ഈ അമ്രിനെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇവർക്കൊരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്, ഖത്താബിനെ കൂടാതെ വേറെ പുത്രൻ മറ്റേ സെയ്ദ് എന്ന് പറയും. അപ്പം മൂപ്പര് എന്തേന് സെയ്ദ് ബിനു അമ്ര, മൂപ്പര് നല്ല ഓർത്തഡോക്സ് ഈ ഹുനഫായിൽപ്പെട്ട ആളായിരുന്നു. മൂപ്പര അങ്ങോട്ട് എന്ത് ചെയ്ത് ഈ ഖത്താബ് എന്നുള്ളത് അന്ധമായി ഖുറൈശി ഈ ബിംബാരാധനയൊക്കെ പിൻപറ്റുന്ന ഒരാളായിരുന്നു ഖത്താബ്. ഈ ഖത്താബും കൂട്ടാളികളൊക്കെ ചേർന്ന് ഹിജാസിൽ നിന്ന് മൂപ്പരെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പര് ഈ സെയ്ദ് ഓടിപ്പോവുകയും കുറച്ച് കാലത്തിന് ശേഷം തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ തിരിച്ച് മറ്റേ ഈ മദീനയിൽ അല്ല മക്കയിലൊരു ദൈവദൂതൻ വന്നിട്ടുണ്ട്, അതിന് പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. നല്ല സന്തോഷത്തോടെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അദ്ദേഹത്തിന് മുസ്ലിം ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇബ്രാഹിമിയ പരമ്പര നല്ല രീതിയിൽ തന്നെ പിൻപറ്റാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലാവാം എന്ന് ഖുർആന്റെ വ്യാഖ്യാനത്തിലുള്ളത് സംരക്ഷിച്ചു പോകുന്നുള്ള അഭിപ്രായം. വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന 2-3 ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടല്ലോ. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. വർക്കത്ത് ബിൻ നൗഫൽ ഒക്കെ ഹുനഫായിൽപ്പെട്ട ആളായിരുന്നു എന്ന് പറയാം. പിന്നെ ബഹീറ എന്നൊക്കെ ബഹീറ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും പിടിച്ച് യാത്ര പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലിട്ട് മേഘങ്ങൾ ഇങ്ങനെ കടന്നു കണ്ടിരുന്നു. ഈ ബഹീറ ഈ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ച്, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വരും, മിക്കവാറും ഈ കുട്ടിയാവുന്നു, ഈ കുട്ടിയുടെ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടീനെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടുത്തെ യഹൂദികളുടെ ജൂതന്മാര് ഒരു പ്രവാചകര് പറഞ്ഞത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ കൂടെ അല്ല, മറിച്ച് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ കൂടെ വരുന്നതാണ് യഹൂദികളുടെ വിശ്വാസം. ജൂതന്മാര് പറഞ്ഞ കാരണം ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു ദുആ ചെയ്യുന്നുണ്ട്, ചെയ്യണ്ട് എന്റെ പരമ്പര എന്നാക്കണിഞ്ഞുള്ള പ്രവാചകന്മാരൊക്കെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഓരോ വിശ്വാസം എന്താ വെച്ചാല് ദാവൂദ് നബിന്റെ ആ പരമ്പര നേരെ വന്നാണ്ട് ആ പരമ്പരയിലായിരിക്കും ഈ അന്ത്യപ്രവാചകൻ ഉണ്ടാവാന്നുള്ള ഒരു വിശ്വസിച്ചു. പിന്നെ മറ്റേ ഇസ്മായിൽ നബിന്റെ പരമ്പരയിലായിരുന്നു. അഹമ്മദ് എന്നാണ് ഒരു വരുന്ന അന്ത്യപ്രവാചകന്റെ പേര് അഹമ്മദ് ആയിട്ടാണ്. പക്ഷെ നബിന്റെ പേര് മുഹമ്മദ് എന്നുള്ളത് അതുകൊണ്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ആമിന ബീവിക്ക് നബി തങ്ങളെ വയറ്റിലുള്ള സമയത്തും അഹമ്മദ് എന്ന് പേരിടാനൊരു കൽപ്പന ഉണ്ടായിരുന്നു ഉള്ളതൊക്കെ. പിന്നീട് മുഹമ്മദ് എന്നുള്ള പേര് എന്ന് പറയണ്ടല്ലോ അബ്ദുൽ മുത്തലിബിയുടെ എന്തുകൊണ്ടോ പേരിട്ടെന്ന് ചോദിക്കുമ്പോൾ. പിന്നെ അഹമ്മദ് ആണ് ഏറ്റവും സ്തുതിക്കപ്പെട്ടതെന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ മുഹമ്മദ് നബി എന്നുള്ളത് ഏറ്റവും സ്തുതിക്കപ്പെട്ട അല്ല അന്ത്യപ്രവാചകൻ അന്ന് ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായിട്ട് മാറും. അപ്പൊ ഈ അർത്ഥം വെച്ചിട്ടാക്കാം ഈ അഹമ്മദ് എന്നുള്ള പേര് വന്ന ചർച്ചകൾ വരുന്നുണ്ട്. ഈ മുഹമ്മദ് എന്നുള്ള പേരെന്താ, മുഹമ്മദ് എന്നുള്ള പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കുറെ ആൾക്കാർ തന്റെ മക്കൾക്ക് പ്രവാചകത്തിന് കിട്ടാൻ വേണ്ടി എന്താ കുറെ ആൾക്ക് മുഹമ്മദ് പേരിട്ട ആൾക്കാരുണ്ട്. പ്രവാചകന് മുമ്പും മുഹമ്മദ് പേരുള്ള 15ഓളം ആൾക്കാർ മുഹമ്മദ് പേരുന്നുണ്ടായിരുന്നു. അതായത് കുറെ ആൾക്കാർ എന്താ ശേഷം വിശ്വാസം വന്ന് നുബൂവത്ത് കിട്ടിയ ശേഷം മുസ്ലിമായ ആൾക്കാരുണ്ട്. പക്ഷെ വേറെ അഹമ്മദ് എന്നുള്ള പേര് മുമ്പ് അറിയാം, അഹമ്മദ് പ്രവാചകൻ വരും. പക്ഷെ ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷം സീബ ഇമാമില്ലേ, സീബ ഇമാമിന്റെ ഗുരുവായ അഹമ്മദാണ് ആദ്യമായിട്ട് അഹമ്മദ് പേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അഹമ്മദ് പേരുന്നത് അദ്ദേഹത്തിനാണ്. ഒരു നൂറ്റാണ്ടിന് ശേഷം ഇമാമിന്റെ ഗുരു. പിന്നെ ഈ അബ്ദുൽ മുത്തലിബിന് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് കിട്ടി ആ രീതിയിലൊരു ചർച്ച വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കുള്ള പേര് ഷെയ്ബ എന്നായിരുന്നു. പക്ഷെ ഹാഷിം അബ്ദുൽ മനാഫിന്റെ ശേഷം ഈ ഖുറൈശികളെ മൊത്തം ഇത് കിട്ടിയത് ഹാഷിമിനാണ്. മൊത്തം എല്ലാ ഇത് കിട്ടിയത് മറ്റേ മാർട്ടിൻ ലിങ്സിന് മുഹമ്മദിൽ അതിലൊക്കെ പറയുന്നുണ്ട് ഹാഷിമിൻ്റെ ഗോത്രക്കാരെന്ത് ഹാഷിം വംശജ ഹാഷിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ത് ചെയ്ത് ഈ കഅബൻ്റെ അടുത്ത് പോയിക്കാണ്ട് ഒരു പാത്രത്തിൽ ഒരു സുഗന്ധദ്രവ്യം നിറച്ചാണ്ട് അതിൽ കൈ മുക്കിയാണ്ട് ഒരു പ്രതിജ്ഞ എടുത്ത് ഹാഷിമിനെ മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ, അബ്ദുൽ ഷംസിൻ്റെ പരമ്പരയിൽ വരുന്ന ആൾക്കാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ ഒരു സുഗന്ധമുള്ളവർ ആ രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഹാഷിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഹാഷിമിന്റെ മോൻ ഷെയ്ബ ചെറുപ്പത്തിൽ തന്നെ മദീനയിൽ പോയി താമസിക്കുന്നുണ്ട്. ഈ ഹാഷിമ് മദീന ഈ ആ ഭാഗത്ത് കച്ചവടത്തിന് പോയി യസ്രിബിൽ പോയി കുറച്ച് ദിവസം തങ്ങുകയും അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രക്കാരാണല്ലോ അവിടെ ഉണ്ടായിന്.
അതിൽ ഖസ്റജ് ഗോത്രത്തിലെ തോന്നുന്നു ഒരാളെ ഒരു സൽമ എന്നുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒരു മകനുണ്ടാവും. സൽമ ഹാഷിമിൻ്റെ കൂടെ മക്കയ്ക്ക് വരാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സൽമാൻ്റെ മകനായ ഹാഷിം അവിടെ തന്നെ അല്ല ഷെയ്ബ ഹാഷിമിൻ്റെ മകൻ ഷെയ്ബ അവിടെ തന്നെ താമസിക്കുന്ന രീതി വന്നു. പിന്നെ ഹാഷിമിൻ്റെ ശേഷം തൻ്റെ സഹോദരൻ, ഹാഷിമിൻ്റെ 2 സഹോദരൻ, കുറേ സഹോദരന്മാരുണ്ടായിരുന്നു. മെയിനായി നൗഫൽ എന്നൊരു സഹോദരനെയും അതുപോലെ തന്നെ ഈ മുത്തലിബ് ആയിരുന്നു പൂർണ്ണ സഹോദരൻ. നൗഫൽ അർദ്ധ സഹോദരനായിരുന്നു. വേറെ ഉമ്മാന്ന് ഉണ്ടായ ഒരു സഹോദരനായിരുന്നു. അപ്പോൾ ഈ മുത്തലിബിനായിരുന്നു പിന്നീടുള്ള ഈ ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടി. മുത്തലിബ് എന്ത് ചെയ്ത് കുറച്ചു കാലം ഭരണം നടത്തിയപ്പോൾ തന്നെ യസ്രിബിലേക്ക് പോയപ്പോൾ തൻ്റെ കൊണ്ടുവരുന്ന ഒട്ടകത്തിന്റെ ബാക്കി ഉണ്ടപ്പോ അവര് ചോദിച്ചത് അദ്ദേഹത്തിന് അടിമാരിക്കുന്നു കരുതിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞു. പുതിയ എന്റെ അടിമയെന്ന് പറഞ്ഞപ്പോ അതിനുശേഷമാണ് അബ്ദുൽ മുത്തലിബ് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന് കുറേ ആൾക്കാർ വിളിച്ചു. പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, ഇത് ഹാഷിമിൻ്റെ മോനാണ്. പക്ഷെ ഓൾറെഡി വിളിച്ചപ്പോൾ പിന്നെ ആ രീതിയിൽ വിളിച്ച് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിലേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ നാമകരണം ചെയ്യുക. പിന്നെ അവിടെ ഓൽക്കുണ്ടായ കുഞ്ഞത്തിൽ അക്കബ് എന്നുള്ള സിസ്റ്റങ്ങളൊക്കെ ഒരാളെ 2-3 ഒരേപോലെ പേരുണ്ടെങ്കിലൊക്കെ ഒരാളെ ആക്കാൻ വേണ്ടി ഓൽക്ക് അയാളോട് കൂടുതൽ ഇണങ്ങി ചെയ്യുന്ന പേരായിട്ട് വിളിക്കുന്നത് അബ്ദുൽ മുത്തലിബ് പല പേരുകളുണ്ടാകാറുണ്ട്. പിന്നെ ഈ പ്രീ ഇസ്ലാമിക് അതിൽ തന്നെ ഒരു നായകക്കല ആയിട്ടാണ് എന്ത് വരുന്നത് ആമിൽ ഫീൽ എന്നുള്ളത്. ഖുർആനിൽ ഒരു സുഹൃത്തുള്ള ഇത് ഉണ്ടല്ലോ, അബ്ദുൽ സൈന്യം കാബ അറ്റാക്ക് ചെയ്യുമ്പോൾ അബ്രഹത്തുൽ അഷ്റം എന്ന് പറയുന്ന നജാഷിക്ക് കീഴിലായിട്ടുള്ള ഒരു ചെറിയ നജാഷി നേഗസ് രാജാവായിരുന്നു. അബ്സീനിയ മൊത്തം ഭരിച്ചിരുന്നു. അബ്സീനിയന്റെ കീഴിൽ ഒരു യമനിലെ വൈസ്രോയി ആയിരുന്നു ആര് ഈ അബ്രഹത്തുൽ അഷ്റം. മൂപ്പരെന്ത് ചെയ്ത് കുല്ലീസ് എന്ന് പറഞ്ഞൊരു ഇത് കാരണം കഹബയൊക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇനി കഹബ മാറ്റിയിരുത്തപ്പെടണം. ഇനി ഞാൻ ഒരു സൊനായില് ഒരു കുല്ലീസ് പറഞ്ഞൊരു ഇതുണ്ടാക്കാൻ പോവാണ്. അങ്ങോട്ട് എല്ലാരും വരണം. ഇനി എല്ലാരും ക്രിസ്ത്യാനിയായ മതി. നല്ല രീതിയിൽ ഭയങ്കര ഈ അന്ന് കുറച്ചു കാലം മുമ്പ് ഷേബ എന്നൊരു രാജകുമാരുണ്ട്. ആ ഷേബ രാജകുമാരിന്റെ തകർന്ന ഒരു കൊട്ടാരങ്ങളിൽ നിന്ന് മാർബിളൊക്കെ ശേഖരിച്ചു. അങ്ങനെ അത്രയും സെറ്റപ്പിൽ ഭയങ്കര സെറ്റപ്പ് കൊടുത്താണ് കുലീസ് ഉണ്ടാക്കിയത്. പക്ഷെ അധികം പരിഗണന ഇതിന് ക്ഷേത്രത്തിന് കിട്ടിയില്ല. കിനാന ഗോത്രത്തിൽ ഒരാൾ അവിടെ പോയി അശുദ്ധാക്കണ ഒരു സാഹചര്യം ഉണ്ട്. ഇത് കണ്ട് കലി പൂണ്ടിട്ടാണ് അബ്രഹത്ത് എന്ത് ചെയ്തത്, കഅബ പൊളിക്കണം, ഇനി മക്കയിൽ ആരും ഉണ്ടാകാൻ പാടില്ല, കഅബ പൊളിക്കണം, ഇനി കുല്ലീസ് മാത്രം ആരാധനാലയമായി വെക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ കഅബ പൊളിക്കാൻ ആനകളെ വെച്ചിട്ട് ഉനൈസ് എന്നായിരുന്നു ആനപ്പാപ്പന്റെ പേര്. ഈ ആനകളൊക്കെ മുമ്പിൽ നിർത്തിയിട്ട് വലിയൊരു പടയി കണ്ട് കഅബ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഈ സംഭവമാണല്ലേ ആമിൽ ഫീൽ എന്നുള്ള. ഇവിടെ എന്നാലും അബ്ദുൽ മുത്തലിബിന്റെ ഒരു ധീരതയുടെ പ്രകടനമുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഈ കഅബ എന്ന് പറഞ്ഞ ഈ ഇതിന് അതിന്റെ ഒരു ഉടമസ്ഥ ഉണ്ട്, അതിന്റെ ഒരു ദൈവമുണ്ട്. അപ്പൊ അദ്ദേഹം അതിനെ സംരക്ഷിച്ചോളും. ഇദ്ദേഹത്തിന് 200-200ഓളം ഒട്ടകങ്ങളെ പിടിച്ച അദ്ദേഹം ചോദിച്ചത് എനിക്ക് 200 ഒട്ടകം മതി, എനിക്ക് കഅബയുടെ വിഷയം ഞാൻ നോക്കണില്ല, അതിന്റെ ദൈവം അതിനെ നോക്കിക്കോളും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഇവർ ഈ അബ്രഹത്ത് വലിയ സൈന്യമായിട്ട് പുറപ്പെട്ടപ്പോൾ തന്നെ ധാരാളം ഹത്തം ഗോത്രം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗോത്രങ്ങൾ അവിടെ വഴിക്ക് വെച്ച് ഇവരെ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഹത്തം ഗോത്രത്തെ അതേപോലത്തെ എല്ലാ ഗോത്രത്തെയും ഇവർ അടിച്ചമർത്തുകയും ഹത്തം ഗോത്രത്തിലൊരു നൗഫൽ എന്ന് പറഞ്ഞ ചങ്ങായിനെ ഒരു എന്താ പറയുക വഴിക്കാട്ടിയെ കണ്ട് ഇവർ വെക്കുകയും ചെയ്തു. നൗഫലിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കഅബ ഇത്രയും കാലം അവർ ആരാധിച്ചു പോയിരുന്ന അതിനെ പൊളിക്കാൻ പോകുന്ന ഒരു കൂട്ടത്തേക്ക് വഴിക്കാട്ടിയായി എന്നെ ഏൽപ്പിച്ചേക്കാണ്. സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ രീതിയിൽ നൗഫൽ അവരെ സപ്പോർട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ സക്കീഫ് ഗോത്രം ഈ ഹവാസിം ഗോത്രത്തിൻ്റെ ഒരു ബാക്കിയാണ്. തോയിഫുകാരെ ഗോത്രമാണ് സക്കീഫ് ഗോത്രം. ഈ ഗോത്രത്തിൽ ഒരു ഒരു ആളെ എന്താ വഴികാട്ടിയായി ഇവർ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം അയാൾ മുഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്നുണ്ട്. ആ ചങ്ങായി ഇപ്പോഴും ആ നാട്ടിക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ മുഹമ്മദിൽ ആ സക്കീഫ് ഗോത്രത്തിൽ സക്കീഫ് ഗോത്രത്തെ ആൾ വഴികാട്ടി വന്നത് അയാളെ സ്വയം ആഗ്രഹത്തോടെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിലെ ആ ശവകുടീരം കാണുമ്പോൾ എപ്പോഴും ആൾക്കാർ അതിനെതിരെ കല്ലെറിയണ ഒരു രീതി ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഈ ഇങ്ങനെ നൗഫൽ എന്ത് ചെയ്തു, ഈ വഴികാട്ടിയായി ഇവരെ വരുന്ന സമയത്ത് തന്നെ അത് സ്വയം മുട്ടുകുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മുട്ടുത്തും അത് കാരണം നൗഫൽ ആനപ്പാപ്പനായ ഉനൈസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ട്രിക്കുകളൊക്കെ പഠിച്ചു വെച്ചിന് ആനനെ അങ്ങനെയൊക്കെ മെരിക്കുക എന്നുള്ളത്. അപ്പം നൗഫൽ എല്ലാം ഇങ്ങനെ ചെവിയിൽ ഊതി കൊടുക്കുന്ന രൂപത്തിൽ പറയും, മുട്ടുത്താ രീതിയിൽ പറയും.
പക്ഷെ എന്തോ ഒരു ശക്തിയിൽ ആന ആ ഒച്ച മാത്രമേ കേട്ടുള്ളൂ, നൗഫലിൻ്റെ ഒച്ച മാത്രമേ കേട്ടുള്ളൂ. ബാക്കി അത്രയും സൈന്യം ഫുൾ ഒച്ചപ്പാട് ഉണ്ടാക്കുക, ആന നീച്ച് മുമ്പ് കിടക്കും. പക്ഷെ നൗഫലിൻ്റെ സൗണ്ട് മാത്രം പ്രത്യേക രീതിയിൽ ആനക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അത്ഭുതമായി പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സംഭവമാണ്, അതായത് എന്തെങ്കിലും സംഭവം ഒരു വർഷത്തിൽ വലിയൊരു സംഭവം നടന്നാൽ ആ വർഷത്തെ മൊത്തം ആ പേരിലാണ് വരുന്നത്. ഇപ്പോൾ ആംപ്ലിഫിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ശതാബ്ദം 570 ഈ സാധനം തോന്നുന്നു. അതൊരു ഇടവേള ആണെങ്കിൽ പറയാം. ഇതുവരെ ഉള്ളത് പിന്നെ വ്യത്യസ്ത വേറെ തുടക്കത്തിൽ പിന്നെ വേറൊരു തുടക്കം ആമുൽഫിയിൽ ഒരു കലണ്ടറായി ഗ്രിഗോറിയൻ 2 വർഷം ശേഷം, ആമൽഫയില് 3 വർഷം ശേഷം അങ്ങനെയാണ് ഒരു പിന്നെ വർഷങ്ങൾ എണ്ണി വരുന്നത്.